എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് റോമൻ പട്ടാളക്കാർ യേശുവിനോട് എന്തു ചെയ്തു എന്ന് മത്തായിയുടെ സുവിശേഷത്തിലൂടെ ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷം 27:29. മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു അവൻ്റെ തലയിൽ വച്ചു, വലങ്കയിൽ ഒരു കോലും കൊടുത്തു, അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. ഈ വാക്യം നടക്കുന്നത് യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പുള്ള സംഭവങ്ങളിലാണ്. യേശുവിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അവനെ റോമ ഗവർണർ പൊന്തിയോസിൻ്റെ മുമ്പാകെ കൊണ്ടുവന്നു. ആദ്യം അവനിൽ ഒരു കുറ്റവും കണ്ടെത്തിയില്ല. എന്നിരുന്നാലും ജനക്കൂട്ടം അവനെ വധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു കലാപം ഒഴിവാക്കാൻ ശ്രമിച്ചു. പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിക്കാനും പരിഹസിക്കാനും ഏൽപ്പിച്ചു. ഗവർണറുടെ കൊട്ടാരത്തിൽ വെച്ച് റോമൻ പട്ടാളക്കാർ യേശുവിനെ പരിഹസിച്ചു. രാജകീയ വേഷം ധരിപ്പിച്ചു, തലയിൽ ഒരു മുൾക്കിരീടം വച്ചു, ചെങ്കോലായി ഒരു ഞാങ്ങണ നൽകി, പരിഹാസ ബഹുമാനത്തോടെ അവൻ്റെ മുമ്പിൽ വണങ്ങി. അവർ മുള്ളുകൾ പിണഞ്ഞ് ഒരു കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ ഉറപ്പിച്ചു വച്ചു. അവരുടെ ക്രൂരമായ ഈ പരിഹാസത്തിനുമപ്പുറം അവൻ മുൾക്കിരീടം ധരിച്ചത് നമ്മെ തേജസ്സിൻ്റെ കിരീടം ധരിപ്പിക്കുന്നതിനാണ് എന്ന് നാം അറിയുന്നു. പാപത്തിൻ്റെ രാജാവ് എന്ന നിലയിൽ അവർ അവനെ പരിഹസിച്ചു. നാം അവനെ പാപത്തിൽ നിന്നുള്ള രക്ഷകൻ എന്ന നിലയിൽ വന്ദിക്കുന്നു. കൂടാതെ ഒരു ഈറ്റക്കോലും അവൻ്റെ കയ്യിൽ കൊടുത്തു. ചെങ്കോലിൻ്റെ പരിഹാസരൂപം. ഈറ്റക്കോൽ പിടിച്ച ആ കരം ലോകത്തെ ഭരിക്കുന്ന കരമാണെന്ന് അവർ ഗ്രഹിച്ചില്ല. ആണികളാൽ തുളയ്ക്കപ്പെട്ട യേശുവിൻ്റെ ആ കരങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ ചെങ്കോൽ പിടിക്കുന്നു. അവർ അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവനെ യഹൂദന്മാരുടെ രാജാവെന്ന സംബോധന ചെയ്യുന്നു. അതുകൊണ്ട് സംതൃപ്തരാകാതെ അവർ അവൻ്റെ മുഖത്ത് തുപ്പി. ലോകം കണ്ട ഏറ്റവും പരിപൂർണനായ വ്യക്തിയുടെ മുഖത്ത് തന്നെ പിന്നീട് കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു. യേശു സകലതും ശാന്തമായി സഹിച്ചു. ഒരു വാക്കുപോലും മറുത്തു പറഞ്ഞില്ല. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും നിൽക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നാം സദാ നേരത്തും ധ്യാനിച്ചു കൊണ്ടിരിക്കണം. സ്നേഹപിതാവേ, യേശുവിൻ്റെ ആത്യന്തികമായ രാജ്യത്വം ഏറ്റവും അപ്രതീക്ഷിതമായി വെളിപ്പെടുന്ന കുരിശിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് താഴ്മ, ശക്തി, കഷ്ടപ്പാട് എന്നിവയോടുള്ള നമ്മുടെ സ്വന്തം മനോഭാവത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.